ആരോടും യാത്ര ചോദിക്കാതെ വൈകിട്ട് മാവേലിക്കരയിൽ നിന്നൊരു ട്രെയിനിന്റെ അറ്റത്തിരുന്ന് ഒറ്റയ്ക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഞാൻ ഇറങ്ങി. എന്നോ ഒരിക്കൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണ് അന്ന് യാത്ര മുടങ്ങിപ്പോയി. എന്തായാലും നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. അവിടെ ഇരുന്ന് അമ്മ തന്ന പുതിയ ചോറ് ആസ്വദിച്ച് ഞാൻ കഴിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഇനി ഓർമ്മയിലല്ലേ. ആദ്യ വിമാനയാത്രയ്ക്ക് വന്നതിന്റെ സന്തോഷത്തിലൂടെ ഒന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ജീവിതത്തിന്റെ സങ്കീർണമായ നിമിഷങ്ങളിലൂടെ എത്ര ഒറ്റപ്പെട്ട യാത്രകൾ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയാം. ഓരോ യാത്രകളും വേദനകളുടെ തിരിച്ചറിവിന്റെ അനുഭവങ്ങളാണ്. ഇടയ്ക്ക് പാട്ടുകാരനാകാൻ പോയി, ഇടയ്ക്ക് എഴുത്തുകാരനാകാൻ പോയി, ഇടയ്ക്ക് ക്യാമറമാനാകാൻ പോയി. അങ്ങനെ എത്ര അനുഭവങ്ങൾ. അങ്ങനെ നെടുമ്പാശ്ശേരിയിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്നും ദോഹയിൽ നിന്നും മയാമിയിലേക്ക്. ഭയമാണോ സന്തോഷമാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികാരം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഇട്ടാവട്ടത്തിനകത്ത് ഈ ലോകത്ത് നമ്മൾ എത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ അഹങ്കാരത്തിനൊക്കെ ഒരു ഉറുമ്പിൻ്റെ വലിപ്പമുള്ളെന്ന് മനസ്സിലാകുന്നത്. ഈ കാണുന്നത് മയാമിയാണ്. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം മയാമി ബീച്ച് ടു വാഷിംഗ്ടൺ DC. ഈ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. എന്തായാലും അവിടോട്ടാണ് ഈ പ്ലെയിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മൊബൈലിൽ ഈ ദൃശ്യം എടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എനിക്ക് പോകേണ്ട ഇടത്തേക്കുള്ള ബസ് എന്നെ കൊണ്ടുപോകാനെത്തി. അതിൻ്റെ സൈഡോരത്തിരുന്ന് ഞാൻ ഈ പുതിയ കാഴ്ചകളൊക്കെ കാണുകയാണ്. എന്താണ് പറയേണ്ടത്, ക്ലീൻ സിറ്റി. ഒരു തരത്തിലുള്ള മാലിന്യങ്ങളോ അനാവശ്യ പോസ്റ്ററുകളോ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. മനുഷ്യന്മാർ ഈ അമേരിക്ക വന്നിട്ട് തിരിച്ചു പോകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും ആ കാണുന്ന ഷിപ്പ് ഹാർമോണി ഓഫ് ദി സീസ്, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാതാക്കളായ റോയൽ കരീബിയൻ്റെ ഹാർമോണി ഓഫ് ദി സീസ് എന്ന ക്രൂയിസാണ്. അതായത് വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ളൊരു ആഡംബര കപ്പൽ. 17 നിലയ്ക്ക് മേലെയുള്ള ആഡംബര കപ്പൽ. ആ കപ്പലിലേക്കാണ് ഞാൻ എത്തിയത്. ഈ വിസ്മയ കടൽ കൊട്ടാരത്തിനകത്ത് കുറച്ച് ദിവസം ഞാനുണ്ടാകും. അപ്പോൾ സാഹചര്യം വെക്കുകയാണെങ്കിൽ ഇനിയും നമുക്കിതിനകത്ത് ചെറിയ വീഡിയോകളുമൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ സഹോദരങ്ങളെ.